ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ പൊറോട്ടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അതുപോലെ തന്നെ നല്ല പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇറച്ചിക്കറികളുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ലെയറായി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി വന്ന ചോറാണെങ്കിലും ചൂടോടെയുള്ള ചോറാണെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി വന്ന ചോറാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചോറിട്ട് കൊടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു അരച്ചെടുത്ത ചോറിൻ്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതേ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലിരിക്കുന്നതെല്ലാം ഞാൻ കൈ വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദയാണ്. ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മൈദയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ചോറ് അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചോറിൻ്റെ നനവ് വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര ടൈറ്റും ആവരുത്, എന്നാൽ പൊറോട്ടയുടെ മാവിൻ്റെ അത്ര ലൂസും ആവരുത്. ഒരു ഇടത്തര പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ആ ഒരു ചോറിൻ്റെ നനവ് വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോൾസാക്കി മാറ്റണം. അങ്ങനെ ഇപ്പോൾ ഈ ഒരു 2 മാവും ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഇതുപോലൊരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നിങ്ങൾ ഇതേപോലെ തന്നെ ബോർഡിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പരന്ന പാത്രത്തിലോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് വലിച്ച് ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പൊറോട്ടയുടെ ഒക്കെ പോലെ ചെറിയൊരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ടയുടെ അത്രയും കിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊരു ലെയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റത്തു നിന്നും ഇതുപോലൊന്ന് റോളാക്കിയെടുക്കാം. അങ്ങനെ പരത്തിയെടുത്ത മാവ് ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് മാവ് ഇതുപോലൊന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടിരിക്കണമെന്നുള്ളവർക്ക് ഒത്തിരി കൂടി വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇതുപോലൊന്ന് മടക്കി ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ലെയറായിട്ടിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പൊറോട്ടയൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റിലും ആ ഒരു ആകൃതിയിലൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി ഈ ഒരു ബോർഡിലേക്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു മാവ് നമ്മൾ ഒരുപാടിട്ട് കുഴച്ചിട്ടില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെയാണ് കുഴച്ച് അതേപോലെ തന്നെ പരത്തിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെയോ രാത്രിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു കട്ടിയിലുമാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാനിവിടെ പരത്തി കാണിക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇതുപോലെ ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം പരത്തിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുത്ത മാവ് ഇട്ട് കൊടുത്തു. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കുമ്പോഴാണ് പൊറോട്ടയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റിൽ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം.
രണ്ട് സൈഡിലും എണ്ണ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 3-4 സെക്കൻഡ് ആ ഒരു ഭാഗം കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പാനൊന്ന് തുടച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു പൊടികളെല്ലാം ഈ ഒരു മാവിലായിട്ട് ആകെ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ രണ്ടാമതൊരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയും രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുകൂടി എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചെയ്തു വെച്ചിട്ട് പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ലെയർ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.